ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ, മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Okay, confusion. I feel unclear about where we stand. അതായത് ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം. നമുക്ക് ഉറങ്ങുന്നവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം. തിങ്സ് ഡിഡ് നോട്ട് ഗോ ദ വേ ഐ പ്ലാൻഡ്. പ്ലാനിങ്ങിന്റെ മച്ചമ്പിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി പ്ലാൻ ചെയ്ത പോലെയല്ല പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചത്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു സൈഡിൽ നിന്നോളും, എനിക്ക് അപ്പുറത്തെ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് അന്വേഷിച്ച് തിരക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി അങ്ങനെയൊക്കെ രണ്ടു വഞ്ചിയിലും കാല് കുത്താം എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ടാവും. അപ്പൊ പുള്ളി എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല ഒരു ഔട്ട്കം ഉണ്ടായത്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ്, റിമിനിസിങ്, എസ്കേപ്പ്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. പുള്ളിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പല കാര്യങ്ങളും, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പോൾ പൈസ സംബന്ധമായിട്ടുള്ള ഇടപാടുകളായിരിക്കാം, കടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പൊ സാമ്പത്തികമായിട്ട് ഇത്തിരി ഞെരുക്കം അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടാകാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് കുറച്ച് പരിപാടികളൊക്കെ തീർത്ത് കുറച്ച് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനും ഉണ്ടെന്ന് പറയുന്നു. അത് ഇമോഷണലി ആകാം, ഫിനാൻഷ്യലി ആകാം. ഒന്നല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി ഒരു അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ എന്നുള്ള രീതിയിൽ നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ടാകാം. അത് ചിലപ്പോൾ സിറ്റുവേഷനിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളുടെ നടുക്കായിരിക്കാം. ഓക്കെ, റിമിനിസിങ്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തി ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോമഡി ജോക്സ് ഒക്കെ പറയുന്ന ഒരു കോമഡി താരമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്നല്ലെങ്കിൽ അവർ പറയുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതായിരിക്കാം. രണ്ടുപേരുടെ ഇടയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ആ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആ കോമഡി പരമായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ മെമ്മറിയിൽ കൊണ്ടുവരുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരായിരിക്കാം. എസ്കേപ്പ്. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. അതാണ്, അതായത് പുള്ളിക്ക് ഒരു ഔട്ട്കം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള ആളുകൾ കാണുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ കൂടുതൽ ഇങ്ങനെ നിങ്ങളുടെ അടുത്തോട്ട് അടുപ്പിക്കാൻ നോക്കുമ്പോൾ ഒന്ന് വഴുതി പോകാൻ ശ്രമിക്കുന്നു. അല്ല, അങ്ങനെയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരാൻ ഇപ്പൊ വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്ന് പ്രതീക്ഷ തന്നിട്ട് ആ വരലിന് ഒരു മുടക്കം, എല്ലാ കാര്യങ്ങളിൽ നിന്നും, പ്രതീക്ഷകളിൽ നിന്നും, ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പ് അടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി. ഒരു ആളാവുമ്പോൾ ഒരു ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം, കുടുംബത്തോടായിരിക്കാം. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഓടി ഒളിക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാത്ത ഒരു വ്യക്തി.
Forgiveness. I am struggling to get over the past. Reveal. I want to tell you the truth. Dishonesty. By lying, I ripped us apart. അപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നുണക്കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസനീയപരമായിട്ടുള്ള ഒരു ട്രാക്കിലോട്ട് നിങ്ങളെ കൊണ്ടുവന്നിരിക്കാം. നിങ്ങളത് വിശ്വസിച്ചു ഇരിക്കാം. അങ്ങനെ ഒരു നുണയിൽ പൊതിഞ്ഞ എന്തെങ്കിലും കഥയോ കവിതയോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് സമർപ്പിച്ചിട്ടുണ്ടാവാം. കാരണം മുഴുവൻ കാര്യങ്ങളും റിവീൽ ചെയ്തിട്ടില്ല. പറയണമെന്നുണ്ട്, പറയണ്ടെന്നുമുണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതെന്താണെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു മൊത്തത്തിലൊരു കള്ളത്തരം. അത് ഡാമേജ്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. നിങ്ങൾക്കും ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്കും വിഷമമുണ്ട്, അവർക്കും വിഷമമുണ്ട്. രണ്ടുപേരും ഒരു എന്താ പറയാ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അതായത് നിങ്ങളുടെ സൈഡിലുള്ള സ്റ്റോറികളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ പങ്കുവച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം A to Z കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും A to Z കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത്. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ പരിപാടികളും നോക്കി കാണുന്നുണ്ട്. നോക്കിക്കണ്ടാൽ മാത്രം പോരാ, നമ്മൾ അതിന് സഹായിച്ചാലേ നോക്കി കാണുന്നതിൽ അർത്ഥമുള്ളൂ. കൺവേഴ്സേഷൻ. ഇപ്പൊ എന്തെങ്കിലും ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യം, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാത്ത സാഹചര്യങ്ങൾ, അതും അല്ലാന്നുണ്ടെങ്കിൽ A to Z സ്ഥലങ്ങളിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളിലാണെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾസോ കാര്യങ്ങളോ പ്രതീക്ഷിക്കാം. ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്. ഓക്കെ. ഇറിപ്ലേസബിൾ. ഹാബിറ്റ്സ്. The way you love can never be matched. Habits. I don't know if we will ever change. അതായത് ഇപ്പോ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. പലർക്കും പല രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കും. ഇപ്പൊ വേറെ എവിടെയെങ്കിലും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച പോലെ, നിങ്ങൾ കെയർ ചെയ്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു അതുപോലെ കിട്ടണമെന്നില്ല എല്ലായിടത്തും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ സഹിച്ച പോലെ വേറൊരു വ്യക്തികളും സഹിക്കാനും ചാൻസ് കുറവാണ്. ഓക്കെ. ഡേ ഡ്രീമിങ്. ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. അതായത് ഇപ്പൊ എന്താ നമ്മളിപ്പോ ദിവാസ്വപ്നങ്ങളൊക്കെ കാണൂലേ, അതാണ്. ഗിൽറ്റി. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. നെഗ്ലക്റ്റഡ്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. ഇൻസെപ്പറബിൾ. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. അതായത് നിങ്ങൾക്ക് വേണ്ട സമയത്ത് വേണ്ട സമയത്ത് ഇവര് എന്താ പറയാ ഞാനും അല്ല എൻ്റെ കയ്യും അല്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു പോയി കാണണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയിൽ ഒരു വലിയൊരു ചുമട് വെച്ചിട്ട് ഒരു കുടുംബത്തിന്റെ ഭാരം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒറ്റക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറി നിന്ന വ്യക്തി. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചോടിയ ഒരു വ്യക്തി. പല കാര്യങ്ങളും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ചിരുട്ടാക്കുന്ന വ്യക്തി. കാരണം ഈ വ്യക്തിനെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള സമയത്ത് അത് എന്താ പറയാ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പല കാര്യങ്ങളും പല രീതിയിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. നെഗ്ലക്ട് ചെയ്തു പല കാര്യങ്ങളും. നിങ്ങളെ തന്നെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ബ്ലോക്കിംഗ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് ചില സമയത്ത്. പുള്ളി ഗിൽറ്റി ഫീലിംഗ് വരും ചില സമയത്ത്. അങ്ങനെയൊന്നും ആവശ്യമില്ല എന്നൊക്കെ പുള്ളിക്ക് തോന്നും ചില സമയത്ത്. ഒരു സമയം തന്നെ പല വിധത്തിലുള്ള തോന്നലുകളും കാര്യങ്ങളും പുള്ളിനെ തന്നെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനെ തന്നെ ചില സമയങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നു.
ഓക്കെ, ഇപ്പൊ എന്തായാലും ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. അൺഅപ്രീഷിയേറ്റഡ്. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് നോട്ട് കെയർ. നിങ്ങൾ മറ്റേ ഇവരുടെ പുറകെ നടക്കുന്ന ബെഗ്ഗിങ്, അതായത് ബെഗ് ചെയ്ത് നിൽക്കുന്ന പരിപാടിയൊക്കെ ഏകദേശം കുറച്ച് ആളുകളെങ്കിലും, ഒരു 70% ആളുകൾ നിർത്തിയെന്ന് തോന്നുന്നു. ബെഗ് ചെയ്ത് നിൽക്കുന്ന ഒരു പരിപാടികളൊക്കെ. അപ്പോൾ അതാണ് അതിന്റെ അർത്ഥം. ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.